നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനത്തിൽ അഡീഷണൽ ഫിറ്റ്മെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പിന്നെ എന്തുകൊണ്ട് വാഹനത്തിൻ്റെ ബാറ്ററി ഡ്രെയിൻ ആയി പോകുന്നു? ഇങ്ങനെ ഒരുപാട് പേർക്ക് ഈ ഒരു സംശയം കാണുമായിരിക്കും. കാരണം വാഹനത്തിൻ്റെ ഡ്രൈവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടിടുന്നു, ഓഫ് ചെയ്യുന്നു, തിരിച്ച് പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ ബാറ്ററി ഫുൾ ഡ്രെയിൻ ആയിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ദിവസം കഴിയുമ്പോഴത്തേക്കും അത് ഡ്രെയിൻ ആയി പോകുന്നു. എങ്ങനെയാണ് ഈ കാര്യം സംഭവിക്കുന്നത്? ഇതുപോലൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഉറുമീസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: ബ്രോ, എൻ്റെ റിഡ്സിൽ ബാറ്ററി ഡ്രെയിൻ ആകുന്നു, അഡീഷണൽ ഫിറ്റ്മെൻറ്റ്സ് ഒന്നും തന്നെ ചെയ്തിട്ടില്ല, എവിടുന്ന് ലീക്ക് ആകുന്നു എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? നല്ലൊരു ചോദ്യമാണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു കാര്യത്തിൽ ഭയങ്കര സംശയം ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഞാനൊരു ബാറ്ററിയുടെ വീഡിയോയ്ക്ക് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇനി അത് കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണ് ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് കണ്ട് മനസ്സിലാക്കുക. അതായത് സംഭവം ഇത്ര മാത്രമേ ഉള്ളൂ: നിങ്ങളുടെ വാഹനത്തിൽ ഏതെങ്കിലും രീതിക്ക് ബാറ്ററി ഡൗൺ ആയി പോകുന്നുണ്ട്. ഡൗൺ ആയി പോകുക ഇൻ ദ സെൻസ്, രാവിലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ സ്റ്റാർട്ട് ആകുന്നില്ല. അതായത് തലേ ദിവസം വാഹനം ഓടിച്ചുകൊണ്ടിട്ടു, അടുത്ത ദിവസം രാവിലെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ട് സ്റ്റാർട്ട് ആകുന്നില്ല. ഇങ്ങനെ വരുന്ന എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററി ഡ്രെയിൻ ആയി പോകുന്നതുകൊണ്ട് തന്നെയാണ്. ഈ ഡ്രെയിൻ ആകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം തന്നെ നമുക്ക് ബാറ്ററിയുടെ കാര്യം പറയാം. അതായത് നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ബാറ്ററിക്കകത്ത് സെല്ലുകൾ വരുന്നുണ്ട്. അതായത് 6 സെല്ലുകൾ കൂടുന്നതാണ് നമ്മുടെ, അത് പല ബാറ്ററി പല രീതിക്കാണ്, ഞാൻ പറഞ്ഞ സെല്ലുകൾ കൂടുന്നതാണ് നമ്മുടെ ബാറ്ററി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു സെല്ല് കംപ്ലൈൻറ്റ് ഉണ്ട്. ആ ഒരു സെല്ലിന് കംപ്ലൈൻറ്റ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ടോ കാര്യങ്ങളൊക്കെ ഈ സെല്ലിനകത്ത് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അങ്ങനെ ഒരു ഷോർട്ട് സർക്യൂട്ടോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററി ഡ്രെയിൻ ആയി പോകും. എങ്ങനെയെന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ സംഗതി വളരെ സിമ്പിളാണ്. അതായത് ഈ വാഹനത്തിൻ്റെ ബാറ്ററിയുടെ സെല്ല് ചൂടാകുന്നതിനനുസരിച്ച്, അതായത് ചാർജ് ആകുന്നതിനനുസരിച്ച് ഇത് പതുക്കെ ഡ്രോപ്പ് ആയി പൊയ്ക്കൊണ്ടിരിക്കും. അങ്ങനെ ചാർജ് ചെയ്യുന്ന സമയത്ത് അത് ഓർത്തോണം, ചാർജ് കയറുന്ന സമയത്ത് ഡ്രോപ്പ് ആയി പോയിക്കൊണ്ടിരിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇനി അടുത്തൊരു ചോദ്യം: എങ്ങനെയാണ് ഈ വാഹനം ഇതൊന്നുമില്ല, ബാറ്ററി പുതിയ കണ്ടീഷൻ ബാറ്ററിയാണ്, പക്ഷേ ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ആയി പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൽ ഏതെങ്കിലും അഡീഷണൽ ആക്സറീസ് ഉണ്ടെങ്കിൽ ആകാം. പക്ഷേ ഇവിടുത്തെ ചോദ്യം നേരെ തിരിഞ്ഞാണ്. അതായത് അഡീഷണൽ ആയിട്ട് വേറെ ആക്സറീസോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ വരാൻ സാധ്യതയുള്ള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൽ ഉള്ള കമ്പോണൻസ്, അതായത് ഡയറക്റ്റ് ബാറ്ററിയിൽ നിന്ന് കൺസ്യൂം ചെയ്യുന്ന ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മളൊന്ന് മനസ്സിലാക്കുക. അതായത് നമുക്കറിയാം, സിമ്മിലോട്ടൊരു ലൈൻ ഡയറക്റ്റ് പോകുന്നുണ്ട്, പിന്നെ നമ്മുടെ സ്റ്റീരിയോയിലോട്ടൊരു ലൈൻ പോകുന്നുണ്ട്. ഇങ്ങനെ 2-3 സ്ഥലത്തോട്ട് ഡയറക്റ്റ്, അതായത് നമ്മുടെ വാഹനത്തിൻ്റെ കീ ഓഫ് ചെയ്താൽ പോലും ലൈൻ അവിടെ ചെല്ലുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, ഏറ്റവും മെയിൻ ഒരു എക്സാമ്പിളാണ് നമ്മുടെ വാഹനത്തിൻ്റെ കാർ സ്റ്റീരിയോ. ഈ കാർ സ്റ്റീരിയോ ശരിക്കും പറഞ്ഞാൽ ഇൻബിൽറ്റ് വരുന്ന സ്റ്റീരിയോ ആണെങ്കിൽ ഇതിനും കംപ്ലയിൻറ്റ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഐസിക്കോ കാര്യങ്ങളൊക്കെ കംപ്ലയിൻറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സ്റ്റീരിയോ ചിലപ്പോൾ ഓഫ് ആകുന്നില്ലായിരിക്കും. അതായത് നമ്മൾ കീ ഓഫ് ചെയ്താലും ഒരു പോസിറ്റീവ് ലൈൻ ഇതിൽ ഡയറക്റ്റ് വന്ന് നിൽപ്പുണ്ട്. കാരണം ഇതിൻ്റെ മെമ്മറി ഫംഗ്ഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു പാട്ടിൻ്റെ കണ്ടിന്യൂവേഷൻ, അല്ലെങ്കിൽ നമ്മൾ FM റേഡിയോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇതൊന്നും മാറിപ്പോകാതിരിക്കാൻ വേണ്ടി ഒരു ഡയറക്റ്റ് കണക്ഷൻ എപ്പോഴും വന്ന് അതിലിരിപ്പുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നുള്ളതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ ബാറ്ററി ഡ്രെയിൻ ആയി പോകാനുള്ള ചാൻസസ് കൂടുതൽ. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ഡ്രോപ്പ് ടെസ്റ്റ് നടത്താൻ പറ്റും. അതായത് ബാറ്ററിയുടെ ഡ്രോപ്പ് ടെസ്റ്റ് നടത്തുന്ന സമയത്ത് എത്ര കറണ്ടാണ് നമുക്ക് നോർമലായിട്ട്, അതായത് ഒരു വാഹനം ഐഡ്ലിങ് നിൽക്കുന്ന സമയത്ത് സെൻട്രൽ ലോക്കിലോട്ടും ഈ പറയുന്ന പോലെ സ്റ്റീരിയോയിലോട്ടൊക്കെ പോകുന്നുണ്ട്, അതിൻ്റെ ചെറിയൊരു ഡ്രോപ്പേജേ വരത്തുള്ളൂ. അതിൽ കൂടുതൽ ഡ്രോപ്പ് കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മളിത് കണക്ട് ചെയ്തിട്ടുണ്ട്, അതായത് മൾട്ടിമീറ്റർ ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട് തന്നെ ഓരോ ഡിവൈസുകളും ഡിസ്കണക്ട് ചെയ്ത് നോക്കുക. ആദ്യം സ്റ്റീരിയോ ഡിസ്കണക്ട് ചെയ്യുന്നു, നമ്മുടെ സെൻട്രൽ ലോക്കിൻ്റെ യൂണിറ്റ് ഡിസ്കണക്ട് ചെയ്യുന്നു, ഇങ്ങനെ ഓരോന്ന് ഡിസ്കണക്ട് ചെയ്യുമ്പോൾ ഏത് ഡിസ്കണക്ട് ചെയ്യുമ്പോഴാണ് അത് നോർമൽ ആകുമെന്ന് നോക്കുക. എന്നിട്ട് ബാക്കിയുള്ളതെല്ലാം കണക്ട് ചെയ്തിട്ട് നമ്മൾ ലാസ്റ്റ് ഊരിയത് മാത്രം തിരിച്ച് കണക്ട് ചെയ്യുമ്പോൾ ഈ കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ആ ലാസ്റ്റ് ഊരിയ സാധനത്തിനാണ് ഏറ്റവും കംപ്ലയിൻ്റ് ഉള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടാണ് ഈ പറഞ്ഞൊരു കാര്യം നടക്കുന്നത് നമുക്ക് ഉറപ്പിക്കാം. എന്നിട്ട് ആ യൂണിറ്റ് മാത്രം നമുക്ക് റീപ്ലേസ് ചെയ്താൽ മതി.